ും പറയാനുള്ള ഹദീസ് മനസ്സിലാക്കാതെയല്ല പറഞ്ഞത്. എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണം. ഞാൻ ആദ്യം തന്നെ പ്രയോഗിച്ച പദം എന്താണ്? ലോകത്തുള്ള ആർക്കും അവരുടെ പ്രശ്നങ്ങൾ പറയാനും അത് പരിഹരിക്കാനും ഉള്ള തെളിവാണ് ഈ ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കേണ്ടിയിരുന്നു. വിശദീകരിച്ചിട്ടില്ല. വിശദീകരണത്തിൽ ചോദ്യത്തിൽ അത് കാണാത്തത് കൊണ്ട് തന്നെ മറുപടി പറയേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ശിർക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കാര്യം അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന തൗഹീദ്, അതാണ് അമ്പിയാക്കളുടെ മാർഗം, അതാണ് അസ്റഫുൽ ഖൽഖിന്റെ മാർഗം, അതാണ് സ്വഹാബികളുടെ മാർഗം. അതിന് വിരുദ്ധമായ ഒരു തെളിവായി ഇത് ഹാജരാക്കാൻ കഴിയുമോ? പ്രാമാണികമായി, അങ്ങനെ പ്രാമാണികമായ തെളിവായി ഹാജരാക്കിയാലേ അതിന് മറുപടി പറയേണ്ട ബാധ്യതയുള്ളൂ. പ്രമാണബന്ധിതമായി നാം വ്യവസ്ഥയിൽ എഴുതിയതുപോലെ ഇത് തെളിയിച്ചാലേ ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കുള്ളൂ. അതുകൊണ്ട് സനദുകൾ, അതിന്റെ വ്യത്യസ്തമായ സനദുകൾ, വ്യത്യസ്തമായ മത്തിനുകൾ, അത് വായിക്കുക, പൂർണ്ണമായി വായിക്കുക, പൂർണ്ണമായി വായിക്കുക. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം, ആരാണ് ന്യൂനതയുള്ള ആളുകൾ, എന്താണ് അതിന്റെ ന്യൂനത, എന്താണ് ആ ഹദീസിന്റെ പൂർണ്ണ രൂപം, എന്താണ് അതിന്റെ ബാക്കിയുള്ളത് എന്നൊക്കെ നമുക്കപ്പോൾ കേൾക്കാം. മൂപ്പര് ചോദ്യം ചോദിക്കുന്ന സമയമാണെന്നാ വിചാരിച്ചത്, മറുപടി പറയുന്ന സമയമാണ്. അതുകൂടി മറന്നുപോയി. കാരണം എന്താണ്? നിങ്ങൾക്ക് എവിടെ ഇരിക്കുന്നു എന്ന ബോധം പോലുമില്ല. എന്നിട്ട് പറയും നിങ്ങൾ തെളിയിക്കണം. ഞങ്ങൾ തെളിയിച്ചിരുന്നു. അതിനെന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾ ഞങ്ങളോട് ചോദിക്കേണ്ടിയിരുന്നു ഇതിന്റെ പ്രാമാണികത. പക്ഷേ അതിനു മുമ്പിൽ നിങ്ങൾ പറഞ്ഞുപോയി ഇതിന് 2 ന്യൂനതകളുണ്ട്. അവിടെയാണ് പിഴവ് സംഭവിച്ചത്. വലിയാള് പറഞ്ഞു കൊടുത്തിട്ടാണ് സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ എവിടെയാണ് ആ ന്യൂനത? പറഞ്ഞോ. 7 മിനിറ്റ് ഉണ്ടായിട്ട് പറഞ്ഞോ. ആർക്കാ ന്യൂനത? ഹദീസിനാണോ ന്യൂനത? ഹദീസിന്റെ സനദിലുള്ള ഏത് റാവിക്കാണ് ന്യൂനത? പറയണം. നിങ്ങൾ പറയണം. ഇനി കണ്ടോ നിങ്ങള് മജ്മഉ സബാ ഇത് വരട്ടെ, നിങ്ങളുടെ ന്യൂനത ഞങ്ങൾ കാണിച്ചു തരാം. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഹൈസമി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, റിജാലുഹു റിജാലുസ് സ്വഹീഹ്. ഇതിന്റെ പരമ്പര വളരെ സ്വീകാര്യോഗ്യമായ സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുള്ള ആളുകളുടെ പരമ്പര കൊണ്ട് സ്ഥിരപ്പെട്ട ഹദീസാണ്. ന്യൂനതയല്ലേ? കാരണം ഞങ്ങൾക്ക് നിങ്ങൾ ന്യൂനത ഉന്നരിക്ക്. മജ്മഉ സബാ ഇത് കയ്യിൽ പിടിച്ചിട്ടാണ് പറയുന്നത്. ഇതിന്റെ 211 പേജ്, 8 വാള്യം. ഈ ഹദീസ് സ്വീകാര്യോഗ്യമാണെന്ന് അല്ലാമ ഹാഫിദുൽ ഹൈസമി. ഇനി ന്യൂനതകളൊന്ന് പറയും. ഹൈസമിക്ക് തിരിയാത്ത ന്യൂനതകളൊന്ന് പറയൂ മുജാഹിദുകളെ. നിങ്ങളെ വെള്ളം കുടിപ്പിച്ചേ വിടൂ. നിങ്ങളെന്തിനാ പറഞ്ഞത് ന്യൂനത ഉണ്ട്? ഞങ്ങൾ തെളിയിച്ച നീന്നല്ലോ. മൂപ്പര് പറയാം, സനത് നിങ്ങൾ വായിക്കി, മത്തി നിങ്ങൾ വായിക്കി, ഞങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ആദ്യം അത് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിങ്ങളെന്തിനാണ് 2 ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞത്? പച്ചക്കളവല്ലേ അത്? പച്ചക്കളവ്. ഹദീസിന് 2 ന്യൂനതയുണ്ട് എന്ന് ആലുവ സംവാദത്തിൽ വന്ന് പച്ചക്കള്ളം. കദ്ദാബൂന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നിട്ട് പറയാ, നിങ്ങൾ വ്യവസ്ഥ ഒന്നുകൂടി വായിക്കണം. പ്രമാണങ്ങൾ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, അല്ലെ ഇജ്മാ, ഖിയാസ്. അങ്ങനെ ഉണ്ടോ? സ്വഹീഹായ ഹദീസ് പറഞ്ഞാൽ പിന്നെ ഒരു പണ്ഡിതന്റെ വാക്ക് കൂടി വേണം. എവിടെ വ്യവസ്ഥയിലുള്ളത്? അത് ഞങ്ങൾ തെളിയിച്ചു തരാം, ഓരോന്നും പറഞ്ഞു തരാം. പക്ഷേ 2 ന്യൂനതകളുണ്ട് എന്ന പൊട്ടപ്പോയത്വം, സക്കറിയാ സലാഹിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊട്ടന്മാരെ അത് വിളിക്കേണ്ട സ്ഥലമാണ്. പക്ഷെ ഞാനത് വിളിക്കുന്നില്ല. ഖുർആനിനെതിരാ ഹദീസോ റസൂലുള്ളാഹിക്ക് തിരിയാത്ത ഖുർആനോ? അവിടെയാണ് ഞാൻ സക്കറിയാ സലാഹിയുടെ പുസ്തകം വായിക്കുന്നത്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വിശ്വാസം. എന്താ സക്കറിയാ സലാഹി പറഞ്ഞത്? ആരെങ്കിലും ഖുർആനിലോ സുന്നത്തിലോ വൈരുദ്ധ്യമുണ്ടെന്ന് വാദിച്ചാൽ, അതല്ലെങ്കിൽ ഖുർആനും സുന്നത്തും പരസ്പര വിരുദ്ധമാണെന്ന് വാദിച്ചാൽ, അതവന്റെ ദുഷിച്ച ചിന്തയും മനസ്സിന്റെ വക്രതയും മൂലമാണ്. സക്കറിയാ സലാഹിയാണ് പറയുന്നത്. അതിനാൽ അവൻ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുകയും തന്റെ വഴികേടിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യട്ടെ. നല്ല ഉപദേശമാണ്. അതുകൊണ്ട് സ്വീകരിച്ചോളൂ. ന്യൂനത എവിടെ? ന്യൂനത എവിടെ? പിന്നെ ന്യൂനത
ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞില്ലേ എന്നാണ്. ന്യൂനതയുണ്ടെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇബ്നു അസാക്കിർ വിട്ട് മജ്മുഉ സവായിദിലേക്ക് വന്നല്ലോ. ഇത് വന്ന സനദുകൾ നിങ്ങൾ വായിക്ക്. അത് വന്ന ഒരു സനദിലും ന്യൂനതയില്ല എന്ന് പറഞ്ഞ് വായിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പൊ ഞങ്ങൾ തെളിയിക്കും ഏതാണ് ന്യൂനത, എന്താണ് ന്യൂനത. ഞാൻ അപ്പോഴും പറഞ്ഞു, നിങ്ങൾ വായിക്കാത്ത സനദുണ്ടെങ്കിൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്ന സനദുകൾ അത് മുഴുവൻ വായിച്ച് അതിലൊന്നും ന്യൂനതയില്ല എന്ന് നിങ്ങൾ തെളിയിച്ചാൽ ന്യൂനതയുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞ സനദ് ഏതാണെന്ന് ഞങ്ങൾ തെളിയിക്കും. ഒന്ന്. രണ്ടാമത്തേത്, മത്നുകൾ വായിക്കണം. അത് വ്യത്യസ്തമായ സനദുകളിലൂടെ വന്ന മത്നുകൾ പൂർണ്ണമായി വായിക്കണം. അതാണ് വിശദീകരിക്കാൻ കഴിയാത്തത്. നിങ്ങൾ വിശദീകരിച്ചാൽ, സനദുകൾ വിശദീകരിച്ചാൽ, മത്നുകൾ വിശദീകരിച്ചാൽ ന്യൂനത എന്തെന്ന് അപ്പോൾ പറയും. അതിനു മുമ്പായി ഇത് ഇസ്തിഗാസക്ക് തെളിവാണ്. ലോകത്തെല്ലാവർക്കും അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് സഹായം തേടാനുള്ള തെളിവാണെന്ന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട വാദത്തിൽ മുജാഹിദുകൾക്ക് വിരുദ്ധമായ തെളിവായി പ്രാമാണികരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി പറയേണ്ട ബാധ്യതയുണ്ട്. ഒച്ചട്ടത് കൊണ്ടൊന്നും ന്യൂനതയാവൂല മൗലവി. ന്യൂനത എവിടെയെന്നാണ് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞു കുടുങ്ങിയതല്ലേ. നിങ്ങളുടെ തനി സ്വഭാവം ജനങ്ങൾ കാണുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഈ സംവാദത്തിൽ വെച്ച് ജനങ്ങൾക്കത് കേൾപ്പിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ മൂപ്പര് ലാസ്റ്റ് പറഞ്ഞ എന്താ, സനദ് വായിച്ചാൽ ന്യൂനത പറയാം. എന്നാൽ കേട്ടോടൂ, അതും വായിക്കാൻ പോവുകയാണ്. നിങ്ങളെ വിടുന്നില്ല. ഇബ്നു അസാക്കിർ വിട്ടിട്ടില്ല. അതുമുണ്ട്, മജ്മുഉ സവായിദുമുണ്ട്. കൂടുക. ഇനിയും കേട്ടോ. ഇതേതാണ് കിതാബ് എന്നറിയോ? മുസ്നദ് അബൂ യഅ്ല. ആരുടെ കിതാബാണ്? മഹാനായ ഇമാം അബൂ യഅ്ല, ഹിജ്റ 307 വഫാത്തായ മഹാൻ. ബഹുമാനപ്പെട്ടവരുടെ മുസ്നദാണ് എന്റെ കയ്യിൽ. ഇതിലിതാ ഈ ഹദീസ് 6553 ഹദീസായി അതാ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളെന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് ഉത്തരം ചെയ്യുമെന്ന് പറയില്ല എന്നല്ലേ? എന്ന് ഉത്തരം ചെയ്യും, ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തിൽ വിളിക്കുകയില്ല, അത് ശിർക്കാണ് എന്നല്ലേ? നിങ്ങളെ വാദമാണ് പൊളിഞ്ഞിരിക്കുന്നത്. എന്താണ് കേട്ടോ? ഹദ്ദസനാ അഹ്മദ് ഇബ്നു ഈസ. എന്താണ് കുഴപ്പം? അഹ്മദ് ഇബ്നു ഈസക്ക് എന്താണ് കുഴപ്പം? ഹദ്ദസനാ ഇബ്നു വഹബ്. രണ്ടാമത്തെ ആൾ ഇബ്നു വഹബിന് എന്താണ് കുഴപ്പം? അബൂ സുഹർ. എന്താണ് അബൂ സുഹറിന് കുഴപ്പം? അന്ന സഈദുൽ മഖ്ബുരി. എന്താണ് സഈദുൽ മഖ്ബുരിക്ക് കുഴപ്പം? അഖ്ബറഹു അന്നഹു സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ അബൂ ഹുറൈറ തങ്ങൾക്ക് കുഴപ്പമുണ്ടോ? നിങ്ങൾ പറയണം. രണ്ട് ന്യൂനതയില്ലേ? എവിടെ ന്യൂനത? രണ്ട് പോയിട്ട് ഒരു പൊട്ടെങ്കിലും തെളിയിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? ഇനി മൗലവി പറയണം, നിങ്ങളുടെ സനദിൽ കുഴപ്പമുണ്ടെന്നല്ലേ? അഹ്മദ് ഇബ്നു ഈസക്ക് എന്താണ് കുഴപ്പം? ഇബ്നു വഹബിന് എന്താണ് കുഴപ്പം? അബൂ സുഹറിന് എന്താണ് കുഴപ്പം? നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പഠിച്ച പണ്ഡിതന്മാരാണ്. റിജാലുഹു റിജാലു സ്വഹീഹ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എന്താണ് സഈദുൽ മഖ്ബുരിക്ക് കുഴപ്പം? ഈ സനദിലുള്ള ആർക്കാണ് പ്രശ്നം? ഇതാണ് പ്രാമാണികപരമായി നിങ്ങളെ മുട്ടുകുത്തിക്കുക എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ബേജാറായിട്ട് കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കി. താരീഖ് ഇബ്നു അസാക്കിർ വായിച്ചപ്പോ വളരെ സന്തോഷമായി. ഇതേതോ ഒരു ചരിത്ര കിതാബ് അതികളെ കൊടുക്കാൻ വേണ്ടി കുടുങ്ങി. നിങ്ങൾ ന്യൂനത ഉണ്ട് എന്ന് പറഞ്ഞു, തെളിയിക്കാൻ കഴിഞ്ഞു. ഇവ പറഞ്ഞു സനദ് വായിച്ചാൽ. സനദ് ഞാൻ വായിച്ചു തന്നു. ഹദ്ദസനാ അഹ്മദ് ഇബ്നു ഈസ ഹദ്ദസനാ ഇബ്നു വഹബ് അൻ അബീ സുഹർ അന്ന സഈദുൽ മഖ്ബുരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞിട്ട് അന്നഹു സമിഅ അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിഷയം അതിലുണ്ട്. നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ ഓതിയല്ലോ, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ കേൾക്കൂല, കേട്ടോല ഉത്തരം ചെയ്യൂല. ഞങ്ങളതന്നെ പറയുന്നു. അതില് അമ്പിയാക്കൾ ഔലിയാക്കൾ പെടൂല. എന്തുകൊണ്ട്? അമ്പിയാക്കളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി പറയാണെന്ത്? നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ എന്റെ ഖബറിന്റെ സമീപത്തുനിന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും. നിങ്ങൾ എന്താ പഠിപ്പിച്ചത്? നിങ്ങൾ പറയുന്നത് അവര് കേട്ടാലും ഉത്തരം ചെയ്യൂല, കേൾക്കുമെന്ന് മാത്രമല്ല ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളെ നിർവചനം പൊളിക്കലേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ ചോദിക്കാം, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും അതവിടെ ഇരിക്കട്ടെ, ഖബറിന്റെ സമീപത്തുനിന്ന് റസൂലുള്ളാഹിനെ വിളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പൊളിഞ്ഞില്ലേ നിങ്ങളെ നിർവചനം? അതേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ.
ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ പഠിച്ചോളൂ. കഴിഞ്ഞ സംവാദത്തിൽ കോട്ടക്കൽ വെച്ച് ആയത്തും ഹദീസും പഠിപ്പിച്ച പോലെ ഹിജ്റ 300 വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം അബൂ യഅല അവിടുത്തെ മുസ്നദിനാണ് പറയുന്നത്. ഒരൊറ്റ റാവി പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് തള്ളിക്കളയാൻ കഴിയില്ല. അഹ്മദ് ഇബ്നു ഈസ സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, ഇബ്നു വഹബ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, അബൂ സഹർ സ്വഹീഹ് മുസ്ലിമിലുണ്ട്, സഈദുൽ മഖ്ബരി സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. വളരെ പ്രശസ്തമായ സനദാണത്. നിങ്ങൾക്കതിനെ തൊടാൻ കഴിയില്ല. അതൊക്കെ പരിശോധിച്ചിട്ടാണ് വന്നത്. നിങ്ങളെ തന്നെയാണ് ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ പറയൂ, ഈ സനദിൽ എവിടെയാണ് രണ്ട് ന്യൂനത? രണ്ട് ന്യൂനത നിങ്ങൾ പറയണം. അത് പറഞ്ഞു കൊടുക്കൂ ജനങ്ങൾക്ക്.